നമ്മൾ മോണ്ടലത്തിന് പുറത്തു നിന്നാൽ പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുമ്പോൾ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ അൾത്താരയിൽ സന്നിഹിതരാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അച്ഛനും കപ്പിയാരും ഇങ്ങനെയൊക്കെ ചേർന്ന ക്രോവേന്മാരും മാലാഖമാരും ഒക്കെയുണ്ട്. ആ ക്രോവേന്മാരുടെ ഗണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമുണ്ട്. ഭൂവാസികൾ, ഭൂമിയിൽ വസിക്കുന്ന എല്ലാ മക്കളും ഒന്നു ചേർന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക. വിശുദ്ധ കുർബാന അർപ്പിക്കുക ഈ ഭൂമിയിലെ സകല ശരാശരങ്ങളും ചേർന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുക. ഈ പരിശുദ്ധ കുർബാന എന്ന അർപ്പണം ഇവിടെ നടക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ജീവനുള്ള ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയായിട്ട് ഈ പരിശുദ്ധ കുർബാനയെ ജീവനുള്ള യേശുവിൻ്റെ ആ തുടിക്കുന്ന ഹൃദയം കാണാനായിട്ട് എത്ര നാളുകളായി നമ്മൾ ഈ ബലിയർപ്പിക്കുന്നു? ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഈ അൾത്താരെ ജീവൻ തുടിക്കുന്നത് കർത്താവ് വിശ്വസിക്കുകയാണെന്നുള്ള ആ ഉറപ്പുള്ളവര് എത്ര പേര് ഇതിനകത്തുണ്ട്? ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഈ കർത്താവിനെ ജീവനോടെ കണ്ടിട്ടുണ്ടോ? ഈ കർത്താവിനെ ജീവനോടെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നേ, കണ്ടിട്ടില്ലേ? പക്ഷെ ആരും മിണ്ടുന്നില്ല. ജീവനുള്ള കർത്താവ് തന്നെയായത്. നമ്മുടെ ഈ അൾത്താരയിൽ ജീവനുള്ള ക്രിസ്തു തന്നെയാണ് കടന്നു വരുന്നത്. ജീവനുള്ള ക്രിസ്തു. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ഉസ്താദ് വന്ന് ചോദിച്ചു, സിസ്റ്ററെ, നിങ്ങളുടെ ഈ കുർബാന എന്ന് പറഞ്ഞാൽ എന്നതാ? ഈ കുർബാന എന്ന് പറഞ്ഞാൽ എന്നതാ? ഇവിടെ അല്ല, നോർത്തിലായിരുന്നു ധ്യാനം. അപ്പോൾ ആ അണ്ണനോട് പറഞ്ഞു, ഉസ്താദിനോട് പറഞ്ഞു, ഞങ്ങളുടെ കുർബാന നടക്കുന്ന സമയത്ത് ഒന്ന് ഉസ്താദിന് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവരുടെ പുരോഹിതനാണ്, കടന്നു വരാൻ പറ്റുമെങ്കിൽ വരിക, എന്നിട്ട് ഈ കുർബാനയിൽ നിന്ന് പങ്കുചേരുക. ഇത്രയേ പറഞ്ഞുള്ളൂ. ഞങ്ങളാരും ഓർത്തില്ല ഈ മനുഷ്യൻ കടന്നു വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് ഓപ്പൺ എയറിലാണ് പരിശുദ്ധ കുർബാന നടക്കുന്നത്. വലിയ ബൈബിൾ കൺവെൻഷനാണ്. അപ്പോൾ പന്തലൊക്കെ കെട്ടി ബലിപീഠമൊക്കെ ഒരുക്കി പരിശുദ്ധ കുർബാന നടക്കുന്ന സമയം ഈ ഉസ്താദ് ഞാൻ കണ്ടു. കുർബാനയുടെ ആരംഭത്തിൽ തന്നെ കണ്ടായിരുന്നു. ഇദ്ദേഹം വന്ന് ഭക്തി പുരസ്സരം നമ്മൾ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന പോലെ ഇദ്ദേഹം കരങ്ങൾ കൂപ്പി പന്തലിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് ഇദ്ദേഹം നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വൈദികന് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച സമയത്ത് ഈ ഉസ്താദ് ഒരൊറ്റ കാർച്ച. അപ്പോൾ ജനമെല്ലാം തിരിഞ്ഞു നോക്കി, എന്നാണ് സംഭവിച്ചത്? ഇദ്ദേഹം ഉറക്കെ വിളിക്കുക, എൻ്റെ യേശുവേ എന്ന് വിളിക്കുകയാണ്. എൻ്റെ യേശുവേ. സംഭവം എന്നാണെന്നറിയാവോ? ഇദ്ദേഹത്തിൻ്റെ ഒരു കാലിന് നീളക്കുറവായിരുന്നു. ഒരു കാലിന് നീളമുണ്ട്, വലതുകാലിന് നീളമുണ്ട്, ഇടതുകാലിന് നീളക്കുറവാണ്. അതുകൊണ്ട് ഈ ഉസ്താദ് ഈ നീളക്കുറവുള്ള കാലിനെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്താണ്, ഈ കുദാശവചനങ്ങളുടെ സമയത്ത് ഈ ഉസ്താദ് അറിയാതെ ദൈവത്തിൻ്റെ ശക്തി ഇദ്ദേഹത്തിന് മേൽ ഇറങ്ങിയിട്ട് ഈ കാല് രണ്ടും തുല്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു കയ്യടി കൊടുത്തേ ഒരു ഉസ്താദിന്. നിങ്ങളിങ്ങനെ കയ്യടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നെല്ലാം സംഭവിച്ചാലും സ്വർഗം ഇറങ്ങിയാലും മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റാലും ഇങ്ങനെയൊക്കെ നിങ്ങൾ കയ്യടിക്കും. നല്ല കയ്യടി കൊടുത്തേ, നല്ല കയ്യടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ ആ കുർബാനയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമാണത്. ആ കുർബാന കഴിഞ്ഞപ്പോൾ പിന്നെ ആ പുള്ളിക്കൊന്നും മിണ്ടാനില്ല. ഇനിയും എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് 92 ഇറങ്ങിയതാണ്. 92 ഈ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതായിരുന്നു. കാര്യം ഇങ്ങനെ വിശ്വാസത്തിലും വലിയ വലിയ തനിമയിലും ഒക്കെ ഇങ്ങനെ തമ്പുരാനെയൊക്കെ ആരാധിച്ചും പിറക്കൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ഗോതമ്പപ്പത്തിലെ ഈ ഈശോയ്ക്ക് ജീവനുണ്ടോ? പലപ്പോഴും ഞാനും സംശയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംശയിച്ചിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈശോ നീ ജീവനുള്ളതാണെങ്കിൽ എന്നോടൊന്ന് സംസാരിക്ക്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഈശോയോട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഈശോ നീ ജീവനുള്ള വ്യക്തിയാണെങ്കിൽ, നീ ഇന്നും ജീവിക്കുന്നവനാണെങ്കിൽ നിന്നെ എനിക്കൊന്ന് പൂർണ്ണമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ട് എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ ഈ ശുശ്രൂഷ ജീവിതം മുഴുവൻ
നിനക്ക് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാന അർപ്പണം നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുക. എനിക്ക് ഈശോയെ ഒന്ന് കാണണം. തോമാസ് ലീഹ ആഗ്രഹിച്ചോളൂ, എനിക്ക് ഈശോയെ ഒന്ന് കാണണം, ജീവനോടെ കാണണം. ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചന് പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നീണ്ട 2 മണിക്കൂർ അഭിഷേകത്തോടെ പരിശുദ്ധ കുർബാന അർപ്പണം. ആ അർപ്പണത്തിൽ ഈശോയെ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈശോ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഈശോയാണ് ആ ബലിയർപ്പിക്കുന്നത്. ഈശോയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈശോയുടെ കരങ്ങളിൽ നിന്നാണ് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് ഈശോ നടത്തി തരും. അപ്പോൾ കുർബാനയായി തീരുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ജീവിതത്തിൻ്റെ ആ അന്തഃശക്തി എന്ന് പറയുന്നത്. ഈശോ ആഗ്രഹിച്ചതും ഈശോ ജീവിച്ചതും ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ ഈശോ ഒരു കുർബാനയാകാൻ വേണ്ടിയാണ്. ഈശോ കുർബാനയായി തീർന്നു. ഈ ദൗത്യം ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു. ശിഷ്യന്മാർ ഈ ദൗത്യം ഇന്നും തുടർന്ന് അല്ലെങ്കിൽ സഭയെ ഭരമേൽപ്പിച്ചു. രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷം, അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. വിശുദ്ധ തോമാസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ തോമാസ് ലീഹ ആഗ്രഹിച്ചതാണ് ആദ്യമായിട്ട് വിശ്വാസികളെ ഇങ്ങനെ കൂട്ടും. കൂട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നിച്ച് ചേരാനുള്ള ഒരു സ്ഥലം സജ്ജമാക്കും. അങ്ങനെ ആ യോഗം പിന്നെ അവിടെ ഒരു പള്ളി, നമ്മൾ സീറോ മലബാർ സഭ നസ്രാണി, അതായത് മർത്തോമാൻ നസ്രാണി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ തോമാസ് ലീഹായുടെ ആ വലിയ എന്താ പറയുന്ന വിശ്വാസത്തിലേക്ക് മക്കളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയാണ്. അങ്ങനെ വിശ്വാസം പങ്കുവയ്ക്കുക. തോമാസ് ലീഹായിൽ നിന്ന് ഈ പൈതൃകം നമ്മൾ ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുത്ത് അവരെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാധിക്കുന്ന സമൂഹമായിട്ടാണ് നമ്മളെ കാണുക. ഇനിയും കൗൺസിൽ ഡിക്രിയിൽ തിരുസഭയുടെ ആർട്ടിക്കിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമെന്ന്. പരിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ച സ്ഥാനവും. അത് തന്നെയാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതായത് CCC മതബോധന ഗ്രന്ഥം അതിൻ്റെ 1324 ഖണ്ഡികയിൽ അത് ചേർത്ത് വെച്ച് പറയുന്നുണ്ട്. ഇത് തന്നെ പറയുന്നത്, പരിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ച സ്ഥാനവും. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഒരു വിശ്വാസിയെ വിശ്വാസിയാക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമ്മുടെ അഭിവന്യ മുരിക്കൻ പിതാവ് അറിയാമോ നിങ്ങൾക്ക്? പാലായിലെ സഹായമെത്രാനായിരുന്ന മുരിക്കൻ പിതാവ് ഇപ്പോൾ ഒരു ആശ്രമത്തിലായിരിക്കുക, ആശ്രമ ജീവിതം നയിക്കുന്നത്. അപ്പോൾ പിതാവ് ആദ്യം പോകാനായിട്ട് ആഗ്രഹിച്ചത് നല്ലതെണ്ണയിൽ 3-4 മനുഷ്യരിങ്ങനെ കാട്ടിനുള്ളിൽ വസിക്കുന്നുണ്ട്. ഒരു സണ്ണി ചേട്ടനും ജോണി ചേട്ടനും ഒരു ബിനോയും ഒക്കെ. അപ്പോൾ ഇവർ കാട്ടിലിങ്ങനെ താമസിക്കുന്നുണ്ട്, ഒരു വനത്തിൻ്റെ നടുക്ക് ഇവർ താമസിക്കുക. പിതാവ് അങ്ങനെ എല്ലാ ആശ്രമങ്ങളും പോയി കണ്ടെന്നാണ് പറഞ്ഞേ, ഈ ആശ്രമ ശൈലിയിലേക്ക് വരുന്നതിന് മുമ്പ്. എന്നിട്ട് പിതാവ് ഈ മനുഷ്യരെയും പോയി കണ്ടു. അവരുടെ കൂട്ടത്തിൽ ചേർന്ന് അവിടെ അങ്ങ് ആയിരിക്കാമെന്നൊക്കെയായിരുന്നു പിതാവ് ആദ്യം ആഗ്രഹിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സിനഡ് അത് അനുവദിച്ചു കൊടുത്തില്ല. കാരണം പിതാവിന് എന്നും ബലിയർപ്പിക്കണം. ഇവർക്ക് എവിടെയെങ്കിലും പള്ളിയിൽ പോയി ഇവർ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നത്. പിതാവ് ആയതുകൊണ്ട് മാത്രമല്ല, പിതാവ് ഒരു പുരോഹിതനാണ്. പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ബലിയർപ്പിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആശ്രമത്തിൻ്റെ ആ ശൈലിയിൽ ആശ്രമത്തിലായിരുന്നു. പിതാവ് വെളുപ്പിന് 6 മണിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കും. പിതാവ് 1:30 മണിക്ക് എഴുന്നേക്കും. 1:30 എഴുന്നേറ്റിട്ട് 2 മണി മുതൽ ആ മഞ്ഞുള്ള, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ആ മഞ്ഞുള്ള അല്ലെങ്കിൽ ഒരുപാട് കാറ്റും ഒരുപാട് തണുപ്പും ഒക്കെ ആയിരിക്കുന്ന ആ സ്ഥലത്ത് ആ തറയിൽ മുട്ടുകുത്തി ഈ അഭിമന്യ പിതാവ് കരങ്ങൾ പിടിച്ച് സഭയ്ക്ക് വേണ്ടി, സഭാ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. നമ്മൾ എത്ര പേരുണ്ട് ഇങ്ങനെ സഭാ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്?
നമ്മുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങളുടെ വികാരിയച്ഛനെ ഓർക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? ഒന്ന് കൈപൊക്കാവോ? നിങ്ങളുടെ വികാരിയച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ചുമ്മാ വെക്കിയതാണോ? അല്ല, വികാരിയച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മളെ കടപ്പെട്ടവർ ഇത്രയും പേരിരുന്നിട്ട് വിരളയിലെണ്ണാൻ മാത്രം. ഇനി സമർപ്പിതരെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ ചോദിക്കേണ്ട കാര്യമില്ല. അത് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. നമ്മുടെ ഇടവക വികാരിക്കും വേണ്ടി, നമ്മുടെ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുക സിസ്റ്റർ. ജീവന്റെ വൃക്ഷം പരിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് നമ്മൾ പങ്കുചേരേണ്ടത്? അപ്പോൾ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമാണെന്നും, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, അത്യുച്ഛ കോടി എന്ന് പറയുന്നത്, അത്യുച്ഛ സ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണെന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഖണ്ഡിക ഇതാണ് 1324. വീണ്ടും നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം, ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്താ? അൾത്താരയിലേക്ക് ജീവിതത്തെ നയിക്കുകയാണ്. അൾത്താരയിലേക്ക് ജീവിതത്തെ നയിക്കുകയാണ്. അതായത് തോമാസ് ശ്ലീഹ ഇവിടെ വന്ന് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുത്തിട്ട് അവരെ ആരാധന അർപ്പിക്കാൻ പഠിപ്പിച്ചു. ആരാധനയിലേക്ക് കൊണ്ടുവന്നു. ആരാധനയുടെ ആ വലിയ അത്യുച്ഛ കോടിയാണ് പരിശുദ്ധ കുർബാന. കുദാശകളുടെ ആ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതാണ്, കുദാശകളുടെ കുദാശ എന്നാണ് പരിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുക. അതുകൊണ്ട് ഈ അൾത്താരയിലേക്കായിരിക്കണം നിങ്ങളുടെ സ്നേഹ കൂടാരത്തിൽ നിന്ന് മക്കൾ കടന്നു വരേണ്ടത്. അതായത് അൾത്താരയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് അൾത്താരയിലൂടെ ജീവിതം നയിച്ചുകൊണ്ട് ഈ അൾത്താരയിലേക്ക് നിൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മളൊക്കെ സാധാരണ എങ്ങനെയാണ് പറയണത്? പള്ളിയിൽ കുർബാനയ്ക്ക് പോകുക എന്നാണ്, കുർബാന കാണാൻ പോകുക എന്നോ, കുർബാന അർപ്പിക്കാം. എങ്ങനെയാ പക്ഷേ പറയണേ? കുർബാന കാണാൻ പോവുക. വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് പോകുന്നത്, കാണാനല്ല വരുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കുക. അപ്പോൾ എന്തിനാണ് ഈ കുർബാന അർപ്പിക്കുന്നത്? ഈശോ പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അതായത് കുർബാന അർപ്പിക്കണമെന്നുള്ളത് വ്യക്തിപരമായൊരു ദൗത്യമാണ്. വ്യക്തിപരമായൊരു ദൗത്യം. കുർബാനയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരണമെന്നുള്ളത് എൻ്റെ ദൗത്യമാണ്, എൻ്റെ മിഷനാണത്. മാമോദീസ സ്വീകരിച്ച എല്ലാ മക്കളും മിഷണറിമാരാണ്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അവർ പങ്കുചേരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെയൊക്കെ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ കൂട്ടായ്മയെ, നമ്മുടെ സമൂഹത്തെ ഈ അൾത്താരയിലേക്ക്, ഈ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊണ്ടുവരണം. ഈ ഇടവകയോട് ചേർന്നൊരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പോൾ ദൗത്യം ആദ്യം എന്നിൽ തന്നെ ഞാൻ നിറവേറ്റണം. ഞാൻ ദിവസവും പള്ളിയിൽ വരണം. ഈ പള്ളിപ്പോക്ക് കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഈ പള്ളിയിലേക്ക് കടന്നു വരാൻ, മറ്റുള്ളവരെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ജീവിതം ഒരു മാതൃകയാകണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതം. മാമോദീസ മുങ്ങുന്ന ഒരു വ്യക്തിയെ മാമോദീസയ്ക്ക് വരുമ്പോൾ ആദ്യം എന്നാ ചെയ്യുന്നത്? ആദ്യം പള്ളിയിലേക്ക് കയറ്റുമോ? ഇല്ല. എവിടെയാണ് നിർത്തുന്നത്? മോണ്ടലത്തിൽ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്യും? ആദ്യം മുദ്ര ചെയ്യും. അതായത് അതിനെ എന്താ പറയുന്നത്, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന് അതിനെ വിടുതൽ കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ആഘോഷപൂർവ്വം. പിന്നെ ഈ ദേവാലയത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ശരീരമുണ്ട്, മനസ്സുണ്ട്, പിന്നെ എന്നാ ഉള്ളത്? ആത്മാവുണ്ട്. ഈ ആത്മാവാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:63. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ആത്മാവ് എപ്പോഴാണ് പുഷ്ടിപ്പെടുന്നത്? ഈ ആത്മാവ് എങ്ങനെയാണ് വളരുന്നത്? നമ്മൾ ശരീരം നന്നാക്കാൻ വേണ്ടി ബ്രൂസ്റ്റും
എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കഴിക്കും. ഈ ആത്മാവ് എങ്ങനെയാണ് വളരുന്നേ? കൂതാശകളുടെ സ്വീകരണം വഴിയായിട്ട്. കൂതാശകൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കണം. പരിശുദ്ധ കുർബാന നീ സ്വീകരിച്ചാൽ നിൻ്റെ ആത്മാവ് ശക്തിപ്പെടുകയുള്ളൂ. ഈ ഉള്ളിലൊരു ആത്മാവുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ല. കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർ കൗൺസിലിംഗ് വരുമ്പോൾ ഉള്ളിലാരാ? ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ, അല്ലാതെ ആത്മാവുണ്ടെന്നുള്ളൊരു ചിന്ത പോലും കുഞ്ഞുങ്ങൾക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ പരിശീലനം മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കണം. ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവിനെ തൊട്ടുണർത്തണം. ആ ആത്മാവിന് ജീവൻ പകരുന്നത് കുദാശകളിലൂടെയാണ്, വചന വായനയിലൂടെയാണ്, ജപമാല അർപ്പണത്തിലൂടെയാണ് എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അൾത്താരയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കണം. ഇതിന് ശക്തമായിട്ടുള്ള വിശ്വാസം നമുക്ക് വേണം. അൾത്താരയിൽ ആരംഭിക്കുന്ന ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ശക്തമായൊരു വിശ്വാസം വേണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നതാ? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ആ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ആഴമുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാന എനിക്ക് ജീവൻ തരും, ഈ പരിശുദ്ധ കുർബാന എനിക്ക് ശക്തി തരും, ഞാൻ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും കുർബാന അർപ്പണമില്ലാതെ ഞാൻ പോകില്ല എന്നൊരു തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ശരീരത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ഹൃദയമാണെങ്കിൽ പരിശുദ്ധ കുർബാനയെ സഭാപിതാക്കന്മാർ ഉപമിക്കുന്നത് ഹൃദയത്തോടാണ്. തിരുസഭയുടെ ഹൃദയം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. സഭാപിതാക്കന്മാർ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് സസ്യങ്ങൾ സൂര്യനിൽ നിന്ന് ചൂട് ലഭിച്ചു വളരുന്നത് പോലെ പരിശുദ്ധ കുർബാന നമ്മിൽ സജീവമായി ജീവൻ പകർന്നു തരികയാണ്. നമുക്ക് ജീവൻ പകർന്നു തരുന്നത് നമ്മൾ UK പോയി താമസിക്കാം, മക്കളുടെ കൂടി 5-6 മാസം താമസിക്കാം, അല്ലെ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, അവിടെയൊന്നും ദൈവിക ജീവനില്ല. ദൈവിക ജീവൻ നിനക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നീ യോഗ്യതയോടെ പങ്കുചേരണം. ഇനി വിശുദ്ധ കുർബാന 5 രീതിയിലാണ് നമ്മളിതിനെ കാണുക. അതായത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധ കുർബാനയായിരിക്കണം. അതായത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു കാര്യം, അത് കേട്ടോണം. അതായത് പിതാവായ ദൈവം പുത്രൻ്റെ യോഗ്യത വഴി ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ആ ജീവിതത്തിൻ്റെ യോഗ്യത വഴിയായിട്ട് മനുഷ്യകുലത്തിന് അനുഗ്രഹങ്ങൾ പകരുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുത്രൻ്റെ യോഗ്യതയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നയാൾ. ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ ഈ പുത്രൻ്റെ യോഗ്യത നിന്നിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ കുർബാന കണ്ടേച്ചു പോയാൽ പോരാ. പരിശുദ്ധ കുർബാന കണ്ടേച്ചു പോയാൽ പോരാ. പരിശുദ്ധ കുർബാന അർപ്പിക്കണം. ഒരു വിവാഹ വിരുന്ന് നിന്നെ ക്ഷണിച്ചു കഴിയുമ്പോൾ, ഒരു വിവാഹ വിരുന്നിന് നിന്നെ ക്ഷണിച്ചു കഴിയുമ്പോൾ വിരുന്നുണ്ണാതെ ആരും പോകാറില്ല. ഇവിടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നമുക്കായി പരികർമ്മം ചെയ്തുകൊണ്ട് ആ വിരുന്ന് ആസ്വദിക്കാൻ നിങ്ങളെ ഈശോ വിളിക്കുകയാണ്. അതുകൊണ്ട് ഈ വിരുന്ന് ആസ്വദിച്ചേച്ചേ പോകാവുള്ളൂ. ഈ വിരുന്നുണ്ണാതെ പോകരുത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതിന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അനുരഞ്ജനമാണ്. അതായത് വ്യക്തിപരമായ ഒരു യോഗ്യത നമുക്കുണ്ടായിരിക്കണം. ഇവിടുന്ന് ഈ എന്താ പറയുന്നത്, ഈ വിശുദ്ധ സ്ഥലത്തു നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വൈദികൻ പ്രവേശിക്കുമ്പോൾ വൈദികനൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് കയറുന്നത്. ഏത് പ്രാർത്ഥനയാ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അത് തോമസിലെ വിളിച്ചതാ. മനസ്സാക്ഷി നിർമ്മലമാക്കിക്കൊണ്ട് ഹൃദയത്തെ വെടിപ്പുള്ളതാക്കി അതിവിശുദ്ധ സ്ഥലത്തേക്ക് വൈദികൻ പ്രവേശിക്കുകയാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി വേണം,
നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഇല്ലാതെ നമ്മൾ കടന്നു ചെന്നാൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ അശുദ്ധമായ അതിരങ്ങളോട് കൂടിയവനും അശുദ്ധമായ അതിരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാകുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബലിപീഠത്തിൽ നിന്ന് ഒരു കനൽ അല്ലെങ്കിൽ ഒരു തീക്കട്ട, ഒരു കൊടിലെടുത്ത് എന്ത് ചെയ്യുകയാണ്? പ്രവാചകന്റെ അധരം ശുദ്ധീകരിച്ചു. ആ കൊടിലിന്റെ സ്ഥാനത്ത് നിന്ന് നിൽക്കുന്നത് വൈദികരാണ്. ആ എടുക്കുന്ന തീക്കട്ട എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളാ. പ്രൈസ് ദി ലോർഡ്. യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന അർപ്പണത്തിന് വരണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:23-24 തിരുവചനം പറയുന്നുണ്ട്, നീ ബലിവേദിയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും പകയുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു താഴെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യമോ വിദ്വേഷമോ പകയോ ഉള്ളി സൂക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഒരൊക്കെ പ്രാർത്ഥന ചൊല്ലിയാലും അതിന് അനുഗ്രഹം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഹൃദയം അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരണം. നിന്റെ മനസാക്ഷി വെടിപ്പുള്ളതാക്കി മാറ്റണം. 5 തരത്തിലുള്ള അനുരഞ്ജനം. 5 തരത്തിലുള്ള അനുരഞ്ജനം. 1 ദൈവത്തോട്, 2 സഹോദരങ്ങളോട്, 3 എന്നോട് തന്നെ, 4 പ്രകൃതിയോട്, 5 സാഹചര്യങ്ങളോട്. എന്നോട് തന്നെ, ദൈവത്തോട്, സഹോദരങ്ങളോട്, പ്രകൃതിയോട്, സാഹചര്യങ്ങളോട്. ഈ 5 തരത്തിലുള്ള അനുരഞ്ജനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതിനുശേഷം വേണം ബലിയർപ്പിക്കാനായിട്ട് കടന്നു വരാൻ. അതുകൊണ്ട് യോഗ്യത നമുക്ക് വേണം. യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഉസ്താദ് യോഗ്യതയോടുകൂടി, വിശുദ്ധിയോടുകൂടി, വിശ്വാസത്തോടുകൂടി യേശുവേ എന്ന് വിളിച്ച് യേശുവിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം അവിടെ സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു. നമ്മളൊക്കെ വിചാരിക്കുന്ന ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയാലേ അടയാളങ്ങൾ അത്ഭുതങ്ങൾ അല്ല. ഓരോ പരിശുദ്ധ കുർബാനയും ഓരോ ആരാധനയുമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് ജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് സ്വയം മാനസാന്തരം, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്വയം മാനസാന്തരം ഏറ്റവും ആവശ്യമാണ്. ഇനി രണ്ടാമത്തേതായിട്ട് പറയുന്നത്, സഭയുടെ ദൗത്യത്തിൻ്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ താരതമ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അതായത് സഭയാകുന്ന തോട്ടത്തെ നട്ട് നനച്ചു വളർത്താൻ പിതാവ് അയച്ചിരിക്കുന്ന അരുവിയാണ് വിശുദ്ധ കുർബാന. ഒന്നുകൂടെ പറയുകയാണ്, വിശുദ്ധ കുർബാനയാകുന്ന, അതായത് സഭയാകുന്ന തോട്ടത്തെ നട്ട് നനച്ചു വളർത്താൻ പിതാവ് അയച്ചിരിക്കുന്ന അരുവിയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ. അതുകൊണ്ട് സഭയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് വിശുദ്ധരാണല്ലോ. വിശുദ്ധരെ വിളയിക്കുന്ന വിശുദ്ധി അല്ലെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മുടെ പത്രോപ്പിയൊക്കെ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ മണിക്കൂറുകൾ, ഉദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം ഈ പത്രോപ്പിയ പുണ്യവാൻ ഇങ്ങനെ കാസയും വിലാസ്യവും ഉയർത്തിപ്പിടിച്ചിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അധികാരികൾ ചോദിച്ചു, എന്താ ഇത്? അപ്പോൾ വിശുദ്ധ പത്രോപ്പിയ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് കാൽവരിയിലെ ബലിയർപ്പണം 3 മണിക്കൂറായിരുന്നു. കാൽവരിയിലെ ബലിയർപ്പണം, ആ കുരിശുമേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് ബലിയർപ്പിച്ചത് 3 മണിക്കൂറാ. ഈ കാസയും ബിലാസയും കൈകളിലെടുക്കുമ്പോൾ ഞാൻ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ബലിയർപ്പണം എങ്ങനെ? നമ്മുടെ ബലിയർപ്പണത്തിന് നീളം കൂട്ടിപ്പോയി, നീളം കൂടുന്നു, അങ്ങ് നമ്മൾ ബുദ്ധിമുട്ടാം. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണവും മനസ്സിലാക്കുക, സ്വർഗവാസികളും ഭൂവാസികളും ഒന്ന് ചേർന്ന് ബലിയർപ്പിക്കുന്ന സമയമാണെന്ന്. ഇനിയും പുരോഹിതരും സന്യസ്തരുമാണ് സഭയിൽ നിറങ്ങി നിൽക്കുന്ന ശക്തി എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. അൽമാരുണ്ട് കേട്ടോ, ഇല്ലെന്നുള്ളതല്ല. ലോകം മുഴുവൻ ഈ ശക്തി എത്തിക്കുന്നത് സന്യസ്തരാ. ലോകം മുഴുവൻ ഏതൊരു വശത്തേക്ക് നോക്കിക്കേ, ഒരു കന്യകാമഠമുണ്ടെങ്കിൽ അവിടെ ഒരു ചാപ്പലുണ്ട്.
വിശുദ്ധ മദർ തെരേസായോട് എത്ര മടമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വിശുദ്ധ മദർ തെരേസ പറഞ്ഞത് 24 സക്രാരി ഉണ്ടെന്നാ. 24 സക്രാരി ഉണ്ടെന്നാ. വിശുദ്ധ കുർബാനയുടെ ശക്തി എത്തിക്കുന്നത് സന്യസ്തരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സ്ഥലങ്ങളും അവരുടേതായിട്ടുള്ള, അതായത് തിരുസഭയിലേക്ക് നോക്കിയാൽ തിരുസഭയിൽ നിന്ന് വിടർന്ന് വികസിച്ച് നിൽക്കുന്നതാണ് ഈ കന്യകാമഠങ്ങൾ. അവർ പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. പ്രത്യേകിച്ച് SABS എന്ന് പറയുമ്പോൾ കുർബാനയുടെ മക്കളാണ്, കുർബാനയുടെ മക്കൾ. അപ്പോൾ ഈ സന്യാസത്തെ പുഷ്ടിപ്പെടുത്തുന്ന വിശുദ്ധ കുർബാനയാണ്. ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ, ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ കർത്താവിശ്വമിശിഹായുടെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ്, ആ ഹൃദയത്തിലെ രക്തത്തുള്ളിയാണ് ഓരോ വൈദികനും. അതുകൊണ്ട് ഒരു വൈദികനെയോ കന്യാസ്ത്രീയോ നമ്മൾ അതും ഇതും പറയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, ഗാർഹിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാനയാണ്. ഗാർഹിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നത്, വ്യക്തിയുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നത്, സഭയുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നത്, പുണ്യവാളന്മാരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് ഒക്കെ പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാനയോടുള്ള എന്താ പറയുന്നത്, ആ ഭക്തി അല്ലെങ്കിൽ ആ സ്നേഹം അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വലിയ അഭിഷേകമായിട്ട് നിൽക്കണം. പരിശുദ്ധ കുർബാനയില്ലാത്തൊരു ജീവിതം നമുക്ക് പറ്റത്തില്ല. പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. ഇനിയും പറയുന്നു, ലോകത്തിൻ്റെ ധാർമ്മികത നിയന്ത്രിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. ലോകത്തിൻ്റെ ധാർമ്മികത നിയന്ത്രിക്കുന്ന പരിശുദ്ധ കുർബാനയാ. മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. ലോകത്തിലെല്ലായിടത്തും വിശുദ്ധ കുർബാനയുടെ അർപ്പണം നടന്നുകൊണ്ടായിരിക്കുന്നത്. ഒരു നിമിഷം പോലും ഇതിന് മാറ്റമില്ല. അതുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 11-ാം തിരുവചനം ഇങ്ങനെ പറയുന്നത്, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. ഒരു നിമിഷം പോലും മാറി നിൽക്കുന്നില്ല. നമ്മുടെ പവർ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയാണ് മക്കളെ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ പവർ മനസ്സിലാക്കുന്ന ഒരാൾ മറ്റൊരു തോന്നിവാസത്തിലേക്ക് പോവുകയല്ല. അതുകൊണ്ട് നമ്മൾ ഈ ദൗത്യം നമ്മളിത് സംരക്ഷിക്കണം. വിശുദ്ധ ഔസേപ്പ് പിതാവ് ഉണ്ണീശോയെ സംരക്ഷിച്ചു, സഭയെ സംരക്ഷിച്ചു, പരിശുദ്ധയമ്മയെ സംരക്ഷിച്ചു, അല്ലേ? കൊലയ്ക്കൊന്നും വിട്ടുകൊടുക്കാതെ ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ നമ്മൾ സഭയുടെ സംരക്ഷകരായിട്ട് മാറണം. നമ്മൾ വസിക്കുന്ന, നമ്മളായിരിക്കുന്ന ഈ സഭാ സമൂഹത്തിൻ്റെ സംരക്ഷകരായിട്ട് നമ്മൾ മാറണം. ഇതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കണം. 1 മണിക്കൂർ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങളുടെ സഭാസ്ഥാപക പിതാവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിഹാര ആരാധന നടത്തണം. നമ്മൾ പരിഹാരമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സഭ വേദനിക്കുമ്പോൾ നമ്മുടെ മാതൃസഭ വേദനിക്കുമ്പോൾ നമ്മളാരും അടങ്ങിയിരിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ളൊരു ശുശ്രൂഷകൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30 പ്രാവശ്യം മലയാറ്റൂർക്ക് നടന്നുപോയി. 30 പ്രാവശ്യം. എത്ര വയസ്സുള്ള മനുഷ്യനാണെന്നറിയോ? 73 വയസ്സുള്ള ഒരു സഹോദരൻ എൻ്റെ കൂടെ ശുശ്രൂഷിക്കുള്ളതാണ്. 30 പ്രാവശ്യം നടന്നുപോയി. 12 പ്രാവശ്യം വേളാങ്കണ്ണിക്ക് നടന്നുപോയി. 12ാമത്തെ നടപ്പ് ഈ കഴിഞ്ഞ മാസത്തിലായിരുന്നു, സെപ്റ്റംബറിൽ. അപ്പോൾ ഇനിയും പറ്റുകയില്ലെന്നാണ് പറയുന്നത്. ആക്കമൊക്കെ കുറഞ്ഞു എങ്കിലും ഒരു ചുണക്കുറവുമില്ല. നല്ല തീഷ്ണതയോടെ സഭയ്ക്ക് വേണ്ടി പോകുന്നതിൻ്റെ നിയോഗം മക്കളെ കെട്ടിച്ച് വിടാനൊന്നുമല്ല, മറിച്ച് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ചിന്തിച്ച് നോക്കിക്കൊള്ളുക. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ശക്തി. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പരിശുദ്ധ കുർബാനയെ യോഗ്യതയോടെ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയെ ചേർത്ത്, അതായത് വിശുദ്ധ കുർബാനയെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ഈശോയെ ചേർത്ത് പിടിച്ചോടേണ്ട മിഷണറിമാരാണ് നമ്മൾ ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പരിശുദ്ധയമ്മ ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടിയില്ലേ ഇളയമ്മയുടെ ഭവനത്തിലേക്ക്. അതുപോലൊരു ഓട്ടം നമ്മൾ ഓടണം. നമ്മുടെ ഈ സമൂഹം, നമ്മുടെ ഇടവക സമൂഹം, നമ്മൾ ഏത് ഇടവകയിലായിരിക്കുന്നോ അവിടെയെല്ലാം ഈശോയെ കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. വിശുദ്ധ കുർബാനയുടെ സാക്ഷികളാകണം നമ്മൾ. വിശുദ്ധ കുർബാന ജീവന്റെ വൃക്ഷമാണെന്ന് പറയുമ്പോൾ കുർബാന സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ഭക്ഷിക്കാനും പാനം ചെയ്യാനുമാ. അപ്പോൾ ഭക്ഷിക്കാനും പാനം ചെയ്യാനുമായിട്ട്
ജീവന്റെ വൃക്ഷത്തിലേക്ക് നീ നിന്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച യോഗ്യതയോടെ ജീവൻ തുടിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ നിന്നെ ദൈവം ചേർത്ത് വച്ചിരിക്കുന്നു.